മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. RSSന്റെ നേതാവ് മദർ തെരേസയെ കുറിച്ച് പറഞ്ഞതിൽ വികാര തീവ്രമായിട്ട് കുറെ കോൺഗ്രസ് അംഗങ്ങളും മറ്റ് പ്രതിപക്ഷ കക്ഷികളും പാർലമെന്റിൽ പ്രതികരിച്ചത് ഇന്നലെ കാണുകയുണ്ടായി. ഈ മദർ തെരേസയുടെ യഥാർത്ഥ നിറം അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കൽക്കട്ടയിൽ പോവാം. കൽക്കട്ട കാളിക്ഷേത്രമുണ്ട്. കൽക്കട്ടയിലെ കാളിക്ഷേത്രം നിരന്തരം ആടിനെ അറക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇത്രയും വൃത്തികെട്ട ഒരു ക്ഷേത്രം ലോകത്തിൽ കാണില്ല. ഓരോ എൻട്രൻസ് എക്സാമിനേഷനും പബ്ലിക് എക്സാമിനേഷനും നടക്കുമ്പോൾ കുട്ടികൾ ആടിനെയും കൊണ്ടാണ് വരിക. അടുത്തുള്ള മുനിസിപ്പൽ ടാപ്പിൽ ആടിനെ തലയ്ക്ക് കഴുകി ഇവിടെ കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ മുഖഭാവമുള്ള ഒരു വ്യക്തി ഓം കാളി എന്ന് പറഞ്ഞ് ഈ ആടിനെ അറക്കുന്നതും അതിൻ്റെ ശരീരം ഇങ്ങനെ ആ കാളിക്ഷേത്രത്തിന്റെ മുമ്പിൽ പെടയുന്നതുമെല്ലാം കാണാം. നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ആ കാളിക്ഷേത്രത്തിന്റെ പകുതി ഭാഗവും മദർ തെരേസയുടെ ആശ്രമക്കാരാണ് കയ്യേറിയിരിക്കുന്നത്. എന്നിട്ട് 10 അടി ഉയരത്തില് 12 അടി ഉയരത്തിൽ മതിൽ കെട്ടി ഒരു 2 ആനയുടെ പൊക്കത്തില് ഒരു ഗേറ്റും വെച്ച് ആ ഗേറ്റിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സെക്യൂരിറ്റിക്കാരുണ്ട്. ഞാനിത് എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ക്രിസ്ത്യാനികൾ എന്നെ വിളിച്ചു ചോദിച്ചു, അമ്പലത്തിലെ ലാൻഡ് മദർ തെരേസ കയ്യേറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിയിൽ പൊക്കൂടാ, എന്തുകൊണ്ട് അതിനെ ചലഞ്ച് ചെയ്തുകൂടാ, ഗോപാലകൃഷ്ണൻ പറയുന്നത് ശരിയല്ല എന്ന് ഒന്ന് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കറിയാം സത്യം എന്താണെന്ന്. കോടതിയിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾ പോയില്ല എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ട്. നമ്മുടെ സഹ്യപർവ്വതം മുഴുവനും വെസ്റ്റേൺ ഗാട്സ് മുഴുവനും ഈ ക്രിസ്ത്യാനികൾ കയ്യേറി റബ്ബർ വെച്ച് പിടിപ്പിച്ചപ്പോഴും അവിടെയുള്ള സകല ഭൂമിയും സ്വന്തം പേരിൽ ഇവിടത്തെ റവന്യൂ അധികൃതരെ കൊണ്ട് പട്ടയം എഴുതി മേടിപ്പിച്ചപ്പോഴും ഒരു ഹിന്ദുവും കോടതിയിൽ പോയിട്ടില്ല. പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങൾ ക്രിസ്ത്യൻ കയ്യേറിയതിൻ്റെ ലക്ഷണമാണ് കിഴക്കൻ മുതലാളികൾ എന്ന പേരിൽ അവരെ അറിയപ്പെടുന്നത്. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായിട്ട് അവർ വാങ്ങിച്ചതല്ല. അങ്ങ് കാട് കയ്യേറി അവരുടെ മണിമന്ദിരങ്ങൾ സ്ഥാപിക്കുക ചെയ്തത്. അതേപോലെ തന്നെ കൽക്കട്ടയിലെ മദർ തെരേസയുടെ ആ ആശ്രമം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അകത്തേക്ക് കയറാൻ ഞങ്ങൾ 2 പേര് അനുവാദം ചോദിച്ചു. അവർ പറഞ്ഞു ഒരു കാരണവശാലും അനുവദിക്കില്ല, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ധാരാളം ഫോറിനേഴ്സ് അകത്തേക്കും പുറത്തേക്കും വരുന്നുണ്ടായിരുന്നു. അവിടെ ഉള്ളവരും പുറത്തുള്ളവരും യുനാനിമസ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അമ്പലത്തിലെ ആചാരങ്ങളും ഹിന്ദുക്കളുടെ ബംഗാളിലെ കൽക്കട്ടയിലെ ഹിന്ദുക്കളുടെ ഓരോ ആചാരത്തിൻ്റെയും വീഡിയോ എടുത്ത് അതിൻ്റെ ആയിരക്കണക്കിന് കോപ്പിയെടുത്ത് യൂറോപ്പിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും വിതരണം ചെയ്യാനാണ് ഈ ഇംഗ്ലീഷുകാരവിടെ വരുന്നത്. ഹിന്ദു ധർമ്മത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിലെയും അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും സായിപ്പന്മാർക്ക് അവർക്ക് ഹിന്ദു ധർമ്മത്തിന്റെ വികൃതമായ ഭാവം കാണിച്ചു കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല ശ്രീ ശ്രീ രവിശങ്കറിന്റെ സദസ്സുകളിലും സായിബാബയുടെ സദസ്സുകളിലും മാതാ അമൃതാനന്ദമയുടെ സദസ്സുകളിലുമെല്ലാം ഈ CD ആണ് അവരകത്ത് ചെന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന ക്രിസ്ത്യാനികളിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിച്ച് ഹിന്ദു ധർമ്മത്തിലേക്കുള്ള അവരുടെ പ്രയാണം തടയുന്നത്. ഈ അമൃതാനന്ദമയിയും സായിബാബയും ശ്രീ ശ്രീ രവിശങ്കറുമെല്ലാം ഏത് ധർമ്മത്തെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ ധർമ്മത്തിനകത്തുള്ള ദുരാചാരങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ഈ സായിപ്പന്മാർ വീഡിയോ എടുത്ത CD മുഴുവനും പ്രചരിപ്പിക്കുന്നത്. ശരിക്ക് ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയാണ് മദർ തെരേസയുടെ ആശ്രമം. ആ മദർ തെരേസയെ വസ്തുതാപരമായിട്ടാണ് RSSന്റെ നേതാവ് പറഞ്ഞത്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മദർ തെരേസ ചെയ്തിരിക്കുന്ന നല്ല കർമ്മങ്ങൾക്ക് ഈ മതപരിവർത്തനം എന്ന ലക്ഷ്യമില്ലായിരുന്നെങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു എന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അല്ലാതെ മദർ തെരേസയെ ചീത്തയൊന്നും പറഞ്ഞില്ല. ഏത് കർമ്മവും കർമ്മമല്ല, ശരിക്ക് അതിൻ്റെ റിസൾട്ടും റിവാർഡും കർമ്മത്തിൻ്റെ പുറകിലുള്ള ഉദ്ദേശം അതാണ് കർമ്മത്തെ ശ്രേഷ്ഠമാക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ
ഇന്ത്യൻ പട്ടാളക്കാര് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലുകയോ പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യൻ പട്ടാളക്കാരെ കൊല്ലുകയോ ചെയ്യുമ്പോൾ അവർക്കാണ് പരമവീരചക്രവും വീരചക്രവും കൊടുക്കുന്നത്. അതേ പട്ടാളക്കാരൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു പാകിസ്ഥാനിയെ കൊന്നാൽ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ റാവൽപിണ്ടിയിൽ പോകുമ്പോൾ ഒരു പാകിസ്ഥാൻകാരൻ കൊന്നാൽ, അത് ഒരു ഏറ്റവും വലിയ മനുഷ്യ കൊലപാതക കുറ്റമായിട്ടായിരിക്കും എടുക്കുക. രണ്ടും മനുഷ്യനെ കൊല്ലുകയാണ് ചെയ്തതെങ്കിലും അതിന്റെ പുറകിലുള്ള ഉദ്ദേശമാണ് നമ്മൾ വിലയിരുത്താറുള്ളത്. ഭാരതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള 1000-ന്റെയും 500-ന്റെയും 100-ന്റെയും നോട്ടുകൾ ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിലാണ് അടിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. ഇപ്പൊ സ്വിറ്റ്സർലൻഡില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടടിച്ച് കപ്പലില് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ അതിനെ ആരും കള്ളനോട്ട് എന്ന് പറയാറില്ല. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷനോട് കൂടി അടിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ്. ഇതേ നോട്ട് പാകിസ്ഥാൻകാർ തന്നെ അടിച്ച് ഇന്ത്യയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അതിനെ കള്ളനോട്ട് എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ നോട്ടിന് തുല്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള നോട്ടാണ് എങ്കിൽ പോലും പാകിസ്ഥാനിൽ നിന്ന് ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ അടിച്ച് ഇന്ത്യയിലേക്ക് പ്രചരിപ്പിക്കുന്ന ആ നോട്ടിനെ കള്ളനോട്ട് എന്ന് പറയാൻ കാരണം എന്താ? രണ്ടും നോക്കിയാൽ ഒരേപോലെയുള്ള നോട്ടല്ലേ. ഓരോ കർമ്മത്തിന്റെയും പുറകിലുള്ള ദുരുദ്ദേശമാണ് ശരിക്കും വിരൽ ചൂണ്ടി വിമർശനത്തിന് വിധേയമാകുന്നത്. അതുപോലെ മദർ തെരേസ അരുണാചൽ പ്രദേശിലും ആസാമിലും നാഗാലാൻഡിലും മിസോറാമിലും ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും മിഷണറീസ് ഓഫ് ചാരിറ്റീസ് എന്ന് പറഞ്ഞ് രാപ്പകല് പച്ചയ്ക്ക് മതപരിവർത്തനം നടത്തുന്നതാണെന്ന് എല്ലാ കോൺഗ്രസ്സുകാർക്കും അറിയാം. ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പരിധിക്കപ്പുറം അവരെ സേവിച്ച് സ്നേഹിച്ച് പ്രകോപിപ്പിച്ച് അന്ത്യത്തില് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായത് അവരുടെ ഈ ന്യൂനപക്ഷ പ്രീണനമാണ്. യുവരാജാവായ മന്ദബുദ്ധിയായ മാതൃഭൂമി പത്രം ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് മെറ്റേണിറ്റി ലീവെടുത്ത് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ പോയേണ്ടി വന്നത് ഈ പ്രീണനത്തിന്റെ പരിണത ഫലമാണ് എന്നുകൂടി ചിന്തിക്കാനുള്ള ബോധം കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതെ പോയി. ഏതായാലും കേരളത്തിലെ കോൺഗ്രസ്സുകാർ സുധീരൻ ഒഴികെ ബാക്കിയുള്ളവരാരും ഒന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ എന്തോ അവർക്ക് ബോധോദയം ഉണ്ടായി എന്ന് തോന്നുന്നു. ഇത് ഒരു വശത്ത് ഇതേ മദർ തെരേസ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ കർമ്മം മാതാ അമൃതാനന്ദമയി ചെയ്യുന്നുണ്ട്. ഗുജറാത്തിൽ വീട് വെച്ചു കൊടുക്കാം, ആന്ധ്രയില്, ശ്രീലങ്കയില്, ജപ്പാനിലുള്ളവർക്ക് പോലും അവിടെ സുനാമി അടിച്ചപ്പോ അമ്മ സഹായം എത്തിച്ചു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് അവർക്ക് അനാഥാലയവും വൃദ്ധസദനവും മാനസിക രോഗ ആശുപത്രികളും എല്ലാം ഉണ്ടാക്കി കൊടുത്ത ആ അമൃതാനന്ദമയി എന്ന അമ്മ മദർ തെരേസ അവനവന്റെ നാട്ടിൽ മുഴുവനും ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് അവിടെ സേവനം നടത്താതെ അവിടെ മതപരിവർത്തനം നടത്താൻ അവസരമില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലേക്ക് മതപരിവർത്തനം നടത്താൻ സേവനത്തിന് വന്നത്. ആ ഇന്ത്യയിലെ സ്വന്തം മണ്ണിൽ നിന്ന് ആരംഭിച്ച് മറ്റുള്ളവർക്കും നന്മ ചെയ്യുന്ന ആ മാതാ അമൃതാനന്ദമയെ മീഡിയ 1 ചാനലും കൈരളി ചാനലും ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പട്ട ക്രിസ്ത്യാനിയുമെല്ലാം അവഹേളിച്ചപ്പോൾ ഈ പാർലമെന്റിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെന്ന് ആരും പറയണില്ല. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളിൽ ഒരാള് പോലും അമ്മയ്ക്ക് അനുകൂലമായിട്ട് പറയുകയോ, VS അച്യുതാനന്ദൻ മാത്രം കുറച്ച് നന്മ പറഞ്ഞു. ബാക്കി ഒരാളും നന്മ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അമ്മയെ പ്രതിരോധിച്ചില്ലെന്ന് മാത്രമല്ല, മറ്റൊന്നുകൂടി കോൺഗ്രസ്സുകാർ ചെയ്തു. തൃശ്ശൂരിൽ നടന്ന അമ്മയുടെ പരിപാടിയില്, അമ്മയുടെ വലിയ സമ്മേളനത്തില് ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കോൺഗ്രസ് പോലും പങ്കെടുക്കരുതെന്ന് കോൺഗ്രസ്സുകാർ സർക്കുലർ ഇറക്കി. അമ്മയ്ക്ക് പോറലേൽക്കാതെ ഈ അലിഗേഷനിൽ നിന്ന് അമ്മ പുറത്തു വന്നപ്പോ ഈ മന്ത്രിമാരും ഈ MLA-മാരും MP-മാരും എല്ലാം അമ്മയുടെ പരിപാടികളില്, അമ്മയുടെ പൊതുദർശന പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നപ്പോ, അമ്മയുടെ ആശ്രമത്തിന് പ്രോബ്ലം വന്നപ്പോ ഈ കോൺഗ്രസ്സുകാരും ഈ നേതാക്കന്മാരെയൊക്കെ പിൻവലിയുകയും പിന്നെ അമ്മയുടെ ഭക്തന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, സ്റ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്, അമ്മയുടെ ഭക്തരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുകയും ചെയ്യുന്നവർ തന്നെ ഓർമ്മിക്കണം. മദർ തെരേസ പച്ചയ്ക്ക് മതം മാറ്റി അവര് യേശു ക്രിസ്തുവിനെ പ്രചരിപ്പിച്ചു, സേവനത്തിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ
കോടാന കോടി രൂപ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതെ ഒരാള് മദർ തെരേസയെ കുറിച്ച് സത്യം പറഞ്ഞത് അത് സത്യമായിട്ട് മാത്രമാണ് പറഞ്ഞത്. നല്ല സേവനങ്ങളാണ് നടത്തുന്നത്. ആ സേവനത്തിന്റെ പുറകിൽ മതപരിവർത്തനം എന്നൊരു ഉദ്ദേശം ഉണ്ട് എന്നുള്ളത് സത്യമല്ലേ? അത് പറയാനുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഒരാൾക്കില്ലേ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ? ഇവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് മാത്രമേ വ്യക്തി സ്വാതന്ത്ര്യവും പ്രസിദ്ധീകരണ സ്വാതന്ത്ര്യവും ഉണ്ടാവാൻ പാടുള്ളൂ? മറ്റാർക്കും ഉണ്ടാവാൻ പാടില്ലേ? ഈ കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെടാത്തത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെടാത്തത്, ബുദ്ധിജീവികൾക്ക് ഇഷ്ടപ്പെടാത്തത് പറയുന്നതൊക്കെ ഈ രാഷ്ട്രത്തിനും ഇതിന്റെ നിലനിൽപ്പിനും സെക്യുലറിസത്തിനും ഡെമോക്രസിക്കും ഒക്കെ എതിരാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനും, കമ്മ്യൂണിസ്റ്റുകാരനല്ലാത്തവന്, കോൺഗ്രസ്സുകാരനല്ലാത്തവന്, പത്രപ്രതിനിധികളല്ലാത്തവന് ഒന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒക്കെ ചില വ്യക്തികൾക്ക് മാത്രം. പാർലമെന്റ്, ഒരു മിനിറ്റ് പാർലമെന്റ് നടത്തുന്നതിന് 3 കോടിയോ 4 കോടിയോ രൂപയാണ് ചെലവെന്ന് കേട്ടിട്ടുണ്ട്. അത് മുഴുവനും ഒരു ദിവസം പാർലമെന്റ് നടത്തുന്നതിനെ അത്രയും വികൃതമാക്കിയ കോൺഗ്രസ്സുകാരും കൂട്ടത്തിലുള്ളവരും ഒരു രാഷ്ട്രീയത്തിന്റെ വാക്കുപയോഗിക്കുകയല്ല, ഈ നാടിന്റെ ശാപമാണെന്ന് മാത്രമല്ല, BJPയിലെ ഒരു നേതാവ് പറയുന്നതായിട്ട് ഞാൻ കേട്ടു, സത്യമാണെന്ന് അറിഞ്ഞൂടാ, കോൺഗ്രസിനെ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയുകയാണ് ലക്ഷ്യം. സത്യത്തിൽ തോന്നി അതാണ് വേണ്ടത് എന്ന് പാർലമെന്റില് പ്രതിപക്ഷ നേതാവിന്റെ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെയൊക്കെ ആക്രോശം കേട്ടപ്പോ ഡൽഹിയിൽ സംഭവിച്ചത് ഭാരതം മുഴുവനും സംഭവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോ കെജ്രിവാളോ ലാലു പ്രസാദ് യാദവോ മുലായം സിംഗ് യാദവോ അല്ലെങ്കിൽ LTT പ്രഭാകരനോ അല്ലെങ്കിൽ വീരപ്പനോ ആര് വന്നാലും വിരോധമില്ല. ഈ കോൺഗ്രസിനെ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയേണ്ടത്. ഇങ്ങനെ ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സെന്റർ കേരളത്തിൽ കൊണ്ടുവന്നു. ഇനി ഒരു അറബി സർവകലാശാല കൂടി ഇവിടെ വരാൻ പോകുന്നു അടുത്ത മാസം. ഇപ്പോ ഈ ഇത്രയും അധികം മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിച്ചു എന്ന് മാത്രമല്ല, അതില് ഒരാള് ചെയ്യുന്ന ഒരു തിന്മ വിളിച്ചു പറഞ്ഞപ്പോ പാർലമെന്റ് പോലും കോടാനകോടികൾ ചെലവഴിച്ച് സ്തംഭിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കോൺഗ്രസിനെ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയേണ്ടത് ഒരാവശ്യവും കൂടിയാണ് എന്ന് അറിയാതെ തോന്നിപ്പോകുന്നു. ഒരു പാർട്ടിയോടും എനിക്ക് ബന്ധമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് മുകളിലൊന്ന് പറഞ്ഞ് അകത്തെ ഹിഡൻ അജണ്ടയും വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതല്ല, മറിച്ച് സത്യം അത് തന്നെയാണ്. അമൃതാനന്ദമയിക്ക് എന്ത് സംഭവിച്ചപ്പോഴും ബുദ്ധിജീവികളും യുക്തിവാദികളും നിരീശ്വരവാദികളും പുരോഗമനവാദികളും ഇന്നലെ മിനിഞ്ഞാന്ന് പടിയിറങ്ങി പോയ ആള്, വീട്ടിൽ തന്നെ കുത്തിയിരുന്ന ആളും ഇനി പടി കയറി പോകുന്ന ആളും ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും എല്ലാം കൂടി ചേർന്നൊരു പാർട്ടിക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നവരുമെല്ലാം ഓർമ്മിക്കുക, നിങ്ങളെയും ഒരു പക്ഷേ ഈ രാഷ്ട്രം ഈ രാഷ്ട്രത്തിന്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയുമ്പോൾ നിങ്ങൾ ചെയ്ത കർമ്മമാണ്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങള്, താൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളാണ് താൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുകൂടി ഓർമ്മിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.